അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ, ഇന്നതാ നല്ലൊരു കോഴിക്കറി വെക്കാൻ പോവുകയാണേ. നമുക്കൊരു വിരുന്നേരുണ്ട്. അപ്പോൾ അതിന് പത്തിരിയും പൊറാട്ടയാണ്. അപ്പോൾ അതിക്ക് പറ്റിയൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കന്, ഇപ്പോൾ 1 കിലോൻ്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. നല്ല കഷ്ണമൊക്കെ നോക്കിയിട്ട്, അതിലുണ്ട് കേട്ടോ നല്ല കഷ്ണമൊക്കെ. അപ്പോൾ അതാ കഴുകി നല്ല വൃത്തിയാക്കി കൊടുന്ന് വെച്ചാൽ നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തിരുമ്മി കഴുകി കൊടുന്ന് വെച്ച സാധനമാണ്. അപ്പം നമുക്ക് ഈ പാത്രത്തിലാണ് വെക്കുക. നമ്മൾ വാട്ടി വെക്കണമൊന്നുമില്ല. അപ്പം അതാണ് സംഭവം. അപ്പോൾ ഇതിലേക്ക് ലേശം തേങ്ങയും കൂടെ നമുക്ക് വറുത്തരക്കണം. നല്ല ഇങ്ങോട്ട് വറുക്കണ്ട, എന്നാലും ഒരു 3/4 ഭാഗമൊക്കെ വറുത്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിക്ക് ചുമന്നുള്ളി, കറിവേപ്പ്, വെളുത്തുള്ളി, പിന്നെന്താ കുറച്ച് ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി. വലിയ ജീരകമൊക്കെ ഞാൻ പൊടിച്ച് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് പൊടി കേട്ടോ ലേശത്തിന് കുറച്ച് ജീരകപ്പൊടി. ജീരകപ്പൊടി ഉണ്ടല്ലേ, ഇതൊന്ന് വറുക്കാൻ പോകുന്നുണ്ട്. ഉള്ളു മരുവളൊക്കെ ഒന്ന് വറുത്തൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്കിത് കണ്ട് റെഡിയാക്കാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഞാനതിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസ് സവോള, പൊറാട്ടയ്ക്കും നെയ്ച്ചോറിനും പത്തിരിക്കും ഒക്കെ പറ്റിയൊരു കറി കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതാ അപ്പോൾ ഇട്ട് ഇപ്പം നമ്മൾ വാട്ടി വെക്കാം. അങ്ങനെയല്ല ഇപ്പം ഞാൻ വെക്കണേ, ഞാൻ ഇതുപോലെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, ഒരു 5-8 വലിയ ചുള ചുമന്ന ഉള്ളി. വെളുത്തുള്ളി ഒരു 5-6 ഉണ്ട് കേട്ടോ, വലിയ അല്ലിന്ന്. പിന്നെ ഇഞ്ചി ഇത്ര നീളത്തിൽ ഒരു കഷ്ണം. പിന്നെ 2 തക്കാളി, ഒരു 4 പച്ചമുളക്. അതിട്ട് ഇനി നമുക്ക് ഇടേണ്ട ഇതിക്ക് പൊടികളാണ്. ഒരു ലേശം ഉലുവട, പിന്നെ നമുക്ക് വറവിടുമ്പോൾ ഒരു ഇത്തിരി ഇടണം, കുറച്ചിട്ടാൽ മതി ഇപ്പോൾ ഉലുവ. പിന്നെന്താ മണ്ടി വെച്ചാൽ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണ്, ഒരു സ്പൂണ് നിറച്ചിട്ട്. പിന്നെ മല്ലിപ്പൊടി അധികമൊന്നും വേണ്ട, ചെറിയ സ്പൂൺ, ഒരു 2 സ്പൂണിൻ്റെ അടുത്തിട്ട്. പിന്നെ മുളക് പൊടി ഇട്ട്, എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് കുറച്ച് എരിവ് മതി. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമുക്കല്ല എരിവാണ് കേട്ടോ, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ എന്താ, ഇനി ഉപ്പിടുക. ഉപ്പ് പാകത്തിന്. ഉപ്പ് നമ്മൾ കണക്ക് പറയാൻ പറ്റില്ല. ഒരു അല്ലി കറിവേപ്പ്. നമ്മൾ കയ്യൊക്കെ നല്ല ചെറിയതാണ്, എന്നാലും ഒന്നുകൂടി നല്ല വൃത്തിക്കാണ് കഴുകിയിട്ട് ഒന്നതിൽ പിടിപ്പിച്ചാൽ മതി. നമ്മൾ കയ്യിലോണ്ടാവുമ്പോൾ ഒരു എന്താ പറയുക, എല്ലായിടത്തും ആയി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെയാണ് വെക്കുക. അപ്പം നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റേണ്ടി വരും, ഇത് കൊള്ളലുണ്ടാവില്ല. അപ്പം അതങ്ങനെയാണ് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഒരു 2 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുത്ത് ഇതാ കുറച്ച് നാട്ടോ പറയുന്നത്. പിന്നെ കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പെരുംജീരകം പൊടിച്ച് വെച്ചതാണ്, കഴുകി ഉണക്കി പൊടിച്ചാണ്.
കുറച്ച് ചിക്കൻ മസാല അത് മതി. തോനട്ടാൽ വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക. ഇതൊന്നും അങ്ങോട്ട് നല്ലപോലെ ഒന്ന് പൊടികളിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം പാകത്തിനാണ്ട് ഒഴിച്ച് അടുപ്പത്താണ്ട് വെക്കുക. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചാണ്ട് വയ്ക്കുക. അതിക്ക് ഞങ്ങളെ പത്തിരി കേട്ടോ, കനല്ലാത്ത പത്തിരി ഇല്ലേ, നമ്മൾ നോമ്പിനൊക്കെ ചുടിനെ വാട്ടിയെടുത്തുണ്ടാക്കണ പത്തിരി, അതാണ്. പിന്നെ പൊറോട്ട. അപ്പം ഒന്ന് വിരുന്നേർക്കുള്ളതാണ് കേട്ടോ അത്. ഇപ്പോൾ ലേശം വെള്ളം ഒഴിക്കുക, വേവാനുള്ള വെള്ളം. അപ്പോൾ അതെത്ര വെള്ളം മതി. ഇനി ഇതിൽ നിന്ന് ഉണ്ടായി വരും. ഇപ്പോൾ എരിവ് ഞാൻ കുറച്ചിട്ടത്. അപ്പോൾ തീരെ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ലേശം കൂടി കണ്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു കാര്യം മറന്നുപോയി. എന്താ അറിയോ, ഒരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്കായ് ഇതും കൂടി ഇടുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൊയ്ക്കണിക്ക് തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇട്ടെന്നറിയോ, ഉപ്പ്, 5 വെളുത്തുള്ളിൻ്റെ അല്ലി, പിന്നെ ജീരകപ്പൊടി, കുരുമുളക് പൊടി, പച്ചമുളക് 4 കറിവേപ്പ്, ഇത്രയും സാധനം, മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിട്ട് കണ്ടാണ് ഇപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഇത് മിക്സിയിലിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്നുണ്ട് അടിച്ചെടുത്ത് രണ്ട് തേച്ചാണ്ട് പിടിപ്പിച്ചാണ്ടല്ലോ. ഉപ്പ് പാകത്തിന് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. മഞ്ഞൾ കുറച്ചൊന്നും അധികം എടുക്കണം കേട്ടോ പൊരിക്കണീക്ക്. എന്നാലേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ഒന്ന് വരുള്ളൂ. ചില ആൾക്കാർ ഞാൻ നോക്കിക്കണേ ഈ പൊരിക്കണീക്ക് മസാല വളരെ കുറവേക്കും. അത് ഒരു എന്താ പറയുക, എനിക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ അതാ നല്ലോണം എടുത്തു കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല മസാല ഇട്ടു. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ജീരകപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, 3 അല്ലി ചുമന്ന ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനം ഇട്ടു കേട്ടോ. കുരുമുളക് പൊടി. അത് ഇനി ഇവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കണ്ട് പൊരിച്ചെടുക്കാം. എന്തായതാ നോക്കാം. എന്തൊരു ഇത് വന്നില്ല, ഞാൻ വെച്ചിട്ടില്ലല്ലോ, ഓഫാക്കിയില്ല, ഓഫാക്കിയല്ല. ഇപ്പം നമ്മളെ തേങ്ങ വറുത്തെടുത്ത് ഈ രീതിക്ക് വറുത്താൽ മതി കേട്ടോ. ഇതിൽ നിങ്ങൾ കാണുമ്പം കുറച്ചധികം പിന്നെ വറുത്ത മാതിരി ഉണ്ട്. അത്ര തന്നെ കളറില്ല കേട്ടോ. ഇത് ഇത്രയും മതി നമുക്ക് കറിക്ക്. തോനങ്ങോട്ട് എന്താ ഇപ്പോൾ പറയുക, വറുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കുറച്ച് പാകത്തിനാവും വേണം. അങ്ങനത്തെ രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ ഇതൊക്കെ കൂട്ടിക്കണം കേട്ടോ. എന്താണ് പട്ടയൊക്കെ കൂട്ടിയത് ഞാൻ കറിക്കാട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിൽ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും ഉള്ളി. കോഴിക്കറി ഒക്കെ റെഡിയായി വരുന്നുണ്ട്. വെന്തൊക്കെ റെഡി ആക്കണം. ഇനി നമുക്ക് ഞാൻ തേങ്ങ അരച്ച് പാര കേട്ടോ. ഒന്നെ കളിയൊക്കെ എന്തൊരു വികൃതി കൊത്തി അറിയാം നിങ്ങൾ. ഇവന് സോനു ഒച്ച ഉണ്ടാക്കുന്ന കണ്ടില്ലോ ഞാൻ വീഡിയോ വെക്കുമ്പോൾ. ജാറ് കഴുകി ഒന്നാണ്ട് വെച്ച് നമ്മൾ അടിപൊളി കറി, പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ്, വെള്ളപ്പം, ദോശ, ഇതിനൊക്കെ പറ്റുന്ന ഒറ്റ കറി.
ഇതാ നോക്കിയാണ് നിങ്ങൾ എങ്ങനെയുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങോട്ട് തിളച്ച് വന്നാൽ നമുക്ക് എന്താ ഒന്നാണ് വറവിട്ടിട്ട് കറി റെഡി. പിന്നെ പത്തിരി ചുടണം, പൊറോട്ട കൊണ്ടുവരണം, വിരുന്നേരിപ്പോൾ വരും. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ തിളച്ച് റെഡിയായി. ഞാനൊരു ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. അപ്പം നമ്മൾ വയറ്റിയല്ല കേട്ടോ വെച്ചത്. വയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വറവ് ഇടണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മൾ കണ്ടതല്ലേ വയറ്റി വെക്കാതെ വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ വറവിടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പിഞ്ച് ഉലുവ നമ്മൾ ഇട്ടതാണ്. പിന്നെ ഒരു ഇച്ചിരിയും കൂടി കിടന്നോട്ടെ, വറവിടുമ്പോൾ ഇട്ടാലും ഒരു ടേസ്റ്റ് അധികം ഉണ്ടാവും. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പ്, പിന്നെ അത് മല്ലിച്ചപ്പിൻ്റെ ഇല. കോഴി പൊരിക്കണമൊന്നും കാട്ടണില്ല കേട്ടോ. മസാലയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കാണിച്ചിട്ടില്ല. ഇനി ഞാൻ ആ പറഞ്ഞ സാധനം തന്നെ അത് മിക്സിയിലിട്ട് അരച്ചൊന്നാണ്ട് കുഴച്ച് വെച്ചതേ ഉള്ളൂ. ഇനി അതും പിന്നെ പൊറാട്ടയും പത്തിരി അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കല്ലിട്ടാ മക്കളെ. ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ, ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണേ, ലൈക്കും ചെയ്യണം കേട്ടോ. പത്തിരി പരത്തുണ്ട്, ഒരു തല കറി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നത്തേത്. ഒന്നാൾ മരിച്ച പോലെ 40 ഇരുന്ന് നമ്മളവിടെയൊക്കെ പോയി വന്നപ്പോഴാണ് അറിഞ്ഞത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്ന് ഇതൊക്കെ ഉണ്ടാക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പണ്ടൊക്കെ ഉള്ള കാലത്താണെങ്കിൽ നമ്മൾ ഒക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടിയിരുന്നു പാകം ചെയ്യാൻ. ഇപ്പം അതൊന്നും വേണ്ട, നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ നേരെ ഉള്ളതുകൊണ്ട് ചട്ടിക്ക് ഇട്ട് ചട്ടിയിൽ നിന്ന് ഞാൻ വറവ് ഇടാൻ നേരത്തെ ഇതിലേക്ക് ഒഴിച്ച് തേങ്ങയൊക്കെ ഇടാട്ടോ. അപ്പം നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും. ഇനിയിപ്പോൾ എന്താ പണി, ഇത് കണ്ട് ഒഴിച്ചാൽ മതി, കറി റെഡി. അപ്പം നിങ്ങളാരും മറക്കല്ല കേട്ടോ. നമ്മളെ ഇത് വീഡിയോ കാണാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലിട്ടോ. ഒന്നാവല്ല ലൈക്കുമേലൊക്കെ ഒന്ന് തൊട്ടാൽ. അപ്പം ഞാൻ കറി അല്ല വറവിട്ട് ഇതിക്ക് ഒഴിച്ച് ഇതാണ് നമ്മളെ കറി.